ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനുണ്ടാക്കിയ എരിശ്ശേരി റെസിപ്പി കണ്ടാലോ? അതിനായിട്ട് ഞാൻ വൻപയറാണ് എടുത്തിട്ടുള്ളത്. വൻപയർ തലേ ദിവസം കുതിരാനിട്ടിരുന്നു. ഇപ്പം നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് ഉപ്പും ചേർത്ത് പാകത്തിന് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം. ഒരു 7 വിസിൽ കേൾക്കുമ്പോൾ തന്നെ പയർ വെന്ത് കിട്ടുമേ. ഇതായിപ്പോൾ ഇവിടെ പയർ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങളായിട്ട് ഞാൻ എടുത്തുള്ളത് ഇത് മത്തങ്ങയും പച്ചക്കായുമാണ്. ഏത്തക്കായുടെ കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത്. അതിലിപ്പോൾ പയറിൽ ഉപ്പിട്ടത് കൊണ്ട് തന്നെ ഇതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് വെള്ളവും, മത്തങ്ങ ആയതുകൊണ്ട് കുറച്ച് വെള്ളവും ചേർത്ത് കൊടുത്താൽ മതി. ഇത് ഒരു വിസിൽ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാം. ആ സമയത്തിന് നമുക്ക് ഇതിൻ്റെ കൂട്ട് തയ്യാറാക്കി എടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഒരു 2-3 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകം, വെളുത്തുള്ളി, പിന്നെ ഒരു പച്ചമുളകും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. എല്ലാം നല്ല വെന്തിട്ടുണ്ട്. കായെല്ലാം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം. എരിശ്ശേരിയിൽ ഞാൻ നന്നായിട്ട് തിളപ്പിക്കും കേട്ടോ. എരിശ്ശേരി ചൂടാക്കിയാൽ പോരാ, എന്നാൽ പെട്ടെന്ന് കേടായി പോയില്ലേ. അതുകൊണ്ട് നന്നായിട്ട് തന്നെ തിളപ്പിക്കണം. തിളപ്പിക്കുന്നത് കൊണ്ട് കുറച്ച് കഴിയുമ്പോൾ നല്ല തിക്കായിട്ട് വരികയും ചെയ്യും. ഇനി നമുക്കിതിലേക്ക് വറവിട്ട് കൊടുക്കാം. വറവിനായി ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അതിലേക്ക് കുറച്ച് ഉഴുന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉഴുന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഉഴുന്ന് മൂത്ത് വന്നപ്പോൾ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വരെ തേങ്ങ ചേർത്ത് നമുക്ക് വറുത്തെടുക്കാം. തേങ്ങ ചേർത്ത് വറുത്തിട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ എരിശ്ശേരി. അപ്പോൾ നമ്മുടെ വറവെല്ലാം ശരിയായി, നമുക്കത് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എരിശ്ശേരി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.